ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി വ്ളോഗ്. സോ ഇന്നത്തെ വെച്ചാൽ പ്രിപ്പറേഷൻ വീഡിയോയാണ്. ഫുഡൊക്കെ ഉണ്ടാക്കുന്നതും പിന്നെ അതുപോലെ തന്നെ ഇവളുടെ കുറച്ച് കസിൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പം അതിന്റെ ഒരു കൈൻഡ് ഓഫ് ഒരു എന്റർടൈൻമെന്റ്, ഫുൾ ഒരു ഹാപ്പി മൂഡാണ്. അപ്പം അങ്ങനത്തെ ഒരു വീഡിയോ ആയിരിക്കും ഇന്ന് വ്ളോഗ്. അങ്ങനെ നമുക്ക് തുടങ്ങാം. ഇതെങ്ങനെ അവസാനിക്കുന്ന അറിയത്തില്ല. പിന്നെ എന്താ പറയാ, അപ്പൊ രാവിലെ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. രാവിലെ ഇപ്പൊ ഞങ്ങൾ എഴുന്നേറ്റു. ഇപ്പൊ എഴുന്നേറ്റ് വെച്ച് ഞങ്ങളിപ്പോ സത്യം പറഞ്ഞ സമയം 11 മണിയാട്ടോ. ഇപ്പോഴാണ് എഴുന്നേക്കുന്നത്. കാരണം ഇന്നലെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഉറങ്ങിയത്. കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ പോയി. അപ്പം നമുക്ക് എന്തായാലും എന്ത് കുക്കിംഗ് പരിപാടിയൊക്കെ നോക്കാം അല്ലേ. നമുക്ക് ഇന്ന് കിച്ചണിൽ എന്താണോ നോക്കാം. ഫ്രൈഡ് റൈസ് ആണ്. ഫ്രൈഡ് റൈസും ചിക്കൻ കറിയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്, ഉച്ചക്കത്തെ ഫുഡ്. അത് കഴിഞ്ഞ് രാത്രിയിൽ നമ്മൾ പുറത്ത് പോയിരിക്കും. ഗൈസ്, ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. എന്ത് സ്പീഡ് അടി നീ, ടങ് ടങ് ടങ്. എന്ത് ശരിയല്ലേ, കുറെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കുഴപ്പമില്ല, നമുക്ക് 2 ദിവസം കഴിക്കാം അല്ലേ. പ്രശ്നമൊന്നുമില്ല. കഴിഞ്ഞ തന്നെ ഫ്രൈഡ് റൈസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്, റെഡിയാക്കി വെച്ചിട്ടുണ്ട്, എല്ലാം സെറ്റാണ്. രാവിലെ കുറച്ച് അരിഞ്ഞും കുരിഞ്ഞും ഒക്കെ നമ്മള് സെറ്റ് ചെയ്ത് ഹെൽപ്പ് ചെയ്തു. ഞാൻ ഹെൽപ്പ് ചെയ്തില്ലേ? ഞാൻ ഹെൽപ്പ് ചെയ്തില്ലേ? നീ സത്യം പറ. ഹെൽപ്പ് ചെയ്തില്ല. രാവിലെ എനിക്ക് ചായ ഉണ്ടാക്കി തന്നു. അപ്പൊ നിന്നെ സംബന്ധിച്ച് ഹെൽപ്പ് എന്താണ്? ഇവിടെ നിക്കണം, എന്നിട്ട് എല്ലാം അരിഞ്ഞ ഞാനല്ലേ അരിഞ്ഞത്. ചിക്കൻ അരിഞ്ഞ പാത്രം കഴിയും. കണ്ടോ, എന്ത് ചെയ്ത് കൊടുത്താലും തൃപ്തിയല്ല. അപ്പൊ അത് കഴിഞ്ഞ അടുത്ത് നമ്മളവിടെ ചിക്കൻ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ചിക്കൻ ആരാ അരിഞ്ഞത്? ഉറക്കെ പറ, കേക്കുന്നില്ല. ശബ്ദമാ. അത് കുഴപ്പമില്ല. ആരാ ചിക്കൻ അരിഞ്ഞേ? അടുത്ത് കഴിക്കുന്നീ. നിന്റെ മുന്നിൽ ഇരിക്കുന്ന ഫുഡ് ഇരിക്കുന്ന നിനക്കടുത്ത് കഴിച്ചൂടെ? അത് കുഴപ്പമില്ല. ഇപ്പൊ സമയം നോക്ക്, 12:30 അവരെപ്പോ വരുവാ? നിനക്കറിയത്തില്ലേ? അപ്പൊ വരുന്നില്ലേ? പ്ലാൻ ക്യാൻസൽ ആണോ? ഐവറി കോസ്റ്റ് എന്നൊക്കെ ഞാനിങ്ങനെ ഐവറി കോസ്റ്റ് ആരെങ്കിലും ഇത് കാണുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല അവര് കാണുന്നുണ്ടെന്ന്. നമ്മുടെ അർജന്റീന, ഫ്രാൻസ്, സ്പെയിൻ ഓസ്ട്രേലിയയുടെ കളിയെ കാണുന്നുണ്ടല്ലേ ബ്രോ? അതൊക്കെ ഇരുന്ന് കാണുന്ന ആൾക്കാരുണ്ട്. അവിടുത്തെ അവിടുത്തെ ഉറങ്ങുമായിരിക്കും. 11 മണിയുടെ കളി, 1 മണിയുടെ കളി, 3 മണിയുടെ കളി. ഇതിന്റെ 3ന്റെ റെഫറി ഫിക്സ് ചെയ്ത് മാച്ച് ഒക്കെ സെറ്റ് ചെയ്ത് ആര് ജയിച്ച് ആര് ടെൻഷനായി സ്കോർ ബോർഡൊക്കെ ഫിക്സ് ചെയ്തിട്ടേ വരുള്ളൂ. എല്ലാ ദിവസവും കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് 5 മണി തൊട്ട് 8 മണി വരെ, അല്ലെങ്കിൽ 9 മണി വരെ മാക്സിമം ഉറങ്ങുന്ന ഉറക്കമാണ് ഇയാള്. ഇങ്ങനെ ജീവിതവും ഹെൽത്തും തന്നെ ഫുട്ബോളിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തേക്കാണ്. അവരുടെ കോച്ച് വരെ കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. കളി കഴിഞ്ഞ് അവർക്കൊരു റെസ്റ്റ് ഉണ്ട്, ഇവിടെ റെസ്റ്റ് ഇല്ല മക്കളെ. ഗൈസ്, അവര് നൈസായിട്ട് ഫോട്ടോഷൂട്ട് നടക്കുകയാണ്, മാരക ഫോട്ടോഷൂട്ട് എടുക്കുകയാണ്. ഞാനാണെങ്കിൽ എൻ്റെ ഒരു ഫോട്ടോ പോലും എടുത്തില്ല, വയ്യ. കാരണം പറ്റിയ നല്ല സ്പോട്ടൊക്കെയാണ്. ഫോട്ടോ ഇതുവരെ ഞാൻ എടുത്തില്ല. കണ്ടോ എൻ്റെ ബാക്കിലെ കാണുന്ന ആ സീ കണ്ടോ, മാരകം. ഞങ്ങളാണെങ്കിൽ ജസ്റ്റ് ഇവർ വന്നപ്പോൾ ഒന്ന് പുറത്തോട്ടിറങ്ങി. ഇവിടെ അടുത്തുള്ളൊരു ബീച്ചാണ്. ഈ ബീച്ചിൻ്റെ പേര് ഞാൻ മറന്നു പോയത്. എന്തോ ഒരു പേര് ഞാൻ മറന്നു കേട്ടോ. എനിക്ക് അവള് പറഞ്ഞു പേര് കുറച്ച്, ഞാനൊന്നും നോക്കിയൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ചാടിയും ഇറങ്ങുമായിരുന്നു ഇത്. പിന്നെ കണ്ട അടിപൊളി ആംബിയൻസ് ആണ്. ആംബിയൻസ് പറഞ്ഞാൽ അടിപൊളി. നിങ്ങൾക്ക് വന്നത് ഇത് ന്യൂക്കാസിൽ തന്നെ. ന്യൂക്കാസിൽ കുറച്ച് ഞങ്ങളുടെ റൂമിൻ്റെ അടുത്താണ്. ആ 25 മിനിറ്റ്സ് ഡ്രൈവേ ഉള്ളായിരുന്നു. ആരൊക്കെ ഫോട്ടോഷൂട്ട് നടക്കുകയാണ്. ഞാൻ എൻ്റെ സിനിമാറ്റിക് സ്റ്റൈലിൽ വീഡിയോസ് എടുത്ത് വെക്കാം. ഓക്കെ, നീ കരയുന്ന ബീച്ചിന്റെ പേര് പറഞ്ഞപ്പോ. ഗൈസ്, ഇപ്പോൾ ടൈം നൈറ്റ് 10 o'clock ആണ്. രാത്രി 10 മണിയാണ് ഇപ്പോൾ സമയം. എൻ്റെ ബാക്കിൽ കാണുന്നുണ്ട് സൂര്യനൊക്കെ ഉണ്ടല്ലോ, ഫുള്ളിങ്ങനെ കത്തി ജ്വലിച്ചിരിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ക്ലൈമറ്റ്. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഈ ഒരു ഏരിയ ഫുള്ള് ഇങ്ങനെ ആൾക്കാരൊക്കെ വന്ന് ഇരിക്കുകയൊക്കെ ചെയ്യും. അവിടെ കുറച്ച് ആൾക്കാർ വന്ന് ഓടി ഇരിപ്പുണ്ട്. പിന്നെ താഴെ ബീച്ചിൽ താഴെ എന്താ പറയുക, ഈ കടലാണ് തൊട്ടപ്പുറത്താണ് കാണുന്നത്. അവിടെ എല്ലാം കുറേ ആൾക്കാരൊക്കെ, പിന്നെ ഈവനിങ് വാക്കിനൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. ഒരാൾക്ക് ഉറക്കമൊന്നുമില്ല, ഉറങ്ങാൻ പറ്റില്ല. കാരണം ഇങ്ങനെ സൂര്യൻ ഉദിച്ചിരിക്കുകയാണ്. അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ റൂമിൻ്റെ അടുത്തായിരുന്നു. ഇത്രയും നാളായിട്ട് ഞങ്ങൾക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മൾ ഇത്ര ആകുന്നില്ലല്ലേ? ആണോ? ഞാൻ വന്നിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. പിന്നെ ഈ ഒരു ടൈം, ഈ ഒരു വിന്റർ പോലെ സമ്മർ ടൈം വന്നോണ്ട് കുറച്ചും കൂടെ രസമുണ്ട്. ഗൈസ്, ഈ സ്ഥലം കണ്ടോ, അന്യ വ്യൂ. ഒരു രക്ഷയിലാണ്. പായലാണ്, പക്ഷെ നല്ല കളർഫുൾ പായൽ. നല്ല കിട്ടില്ല പോലത്തെ ഒരു ബീച്ച് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വന്നതിൽ വെർത്താണ്. ക്ലാസ് ബീച്ച്. പായലൊക്കെ എടുത്ത് കണ്ട കണ്ട അല്ലേ, കൊള്ളാം അല്ലേ? ഒരു അന്തസ്സുണ്ട് പായലൊരു. അതിനെപ്പോ ഒരു 2 വാക്ക് പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കും ഇല്ലാത്തത്? ബീച്ചിന്റെ നടുക്ക്, കടലിനടുക്ക് റേഞ്ച് ഇല്ലാത്ത
അടുത്ത് കാണുമ്പോ ഒരു വർക്കല ക്ലിഫ് പോലൊക്കെ തോന്നില്ലേ? ക്ലിഫിന്റെ ഒക്കെ ഒരു ഫീൽ ഇല്ലേ നമ്മളെ വർക്കല? അപ്പൊ അതുപോലെ ഇന്നലെ എക്സിറ്റ് അടിക്കാൻ മറന്നുപോയി, എക്സിറ്റ് അടിക്കാൻ പറ്റിയില്ല. അപ്പൊ എന്താ പറയാ, ഇന്ന് ഞങ്ങള് വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ് അല്ലേ? ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്ന് രാവിലെയാണോ വൈൻഡപ്പ് ചെയ്യുന്നത്? അത് കുഴപ്പമില്ല. രാത്രി കഴിഞ്ഞ വ്ളോഗ്. ഇന്നലെ രാത്രി ഞാനിപ്പോ നമ്മൾ ലേറ്റ് ആയില്ലേ, നമ്മള് ഫുട്ബോളൊക്കെ കണ്ട് സമയം കുറെ പോലെ പോയി. ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര പീസ്ഫുൾ. ബീച്ച് നല്ലായിരുന്നു. ഇന്ന് നമുക്ക് ബീച്ചിൽ പോകാം. ഇന്ന് ഏത് ബീച്ചാ? ഇന്ന് ഫ്രഞ്ച്മെൻസ് ബേ. എന്നിട്ട് നമ്മള് ഹോപ്പിങ്സിൽ പോവായിരുന്നു. ഇന്ന് ഹോപ്പിങ്സ് പോകണല്ലേ? അപ്പൊ ഇന്ന് ഹോപ്പിങ്സിന്റെ വീഡിയോ, ഹോപ്പിങ്സിലെ വീഡിയോ. ഹോപ്പിങ്സ് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫെയർ, അത്രേ ഉള്ളൂ. വലിയ ഒരുപാട് ലൈക്ക് ഷോപ്പിങ്ങും പരിപാടിയും അങ്ങനത്തെ പരിപാടിയും ഉണ്ട്. പിന്നെ കുറെ റൈഡുകളും അതൊക്കെ ഉണ്ടാകും. അതായിരിക്കും മോസ്റ്റ്ലി ഇന്നത്തെ വ്ളോഗ്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ അപ്പൊ നാളെ പുതിയ വ്ളോഗുമായിട്ട് വരുന്നതായിരിക്കും. അതിലൊക്കെ പീസ് കൊടുക്കും. ബൈ.